മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 29ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢരാഗവിവശാനഭിയാചതോ മുൻ വിശ്വസ്യതേ മയി കഥം കുരടാസ്മി ദൈത്യാ ഇത്യാലപന്നപി സുവിശ്വസിതാനപാനീഃ. ഭഗവാൻ മോഹിനി രൂപം ധരിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രത്യക്ഷമായപ്പോൾ ഭഗവാനെ ആ സ്ത്രീവേഷത്തിലുള്ളതായ സൗന്ദര്യം കണ്ടിട്ട് അസുരന്മാരൊക്കെ അമൃതകുംഭത്തിലുള്ളതായ കലഹം ഉപേക്ഷിച്ച് ഭഗവാന്റെ കുചകുംഭത്തിൽ ഉള്ളതായ ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിനെ സമീപിച്ചു. അതിൽ ഭഗവാനിൽ തൽപരരായിട്ട്, അല്ലെങ്കിൽ ശ്രീരൂപ ആ മോഹിനി വേഷത്തിൽ തൽപരരായിട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്ത് എത്തി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അവർ മോഹിനിയെ കണ്ട് ഭ്രമിച്ചിട്ടുള്ളതായ അവരെന്താണ് ചെയ്തത് എന്നാണ് പറയണത്. കാത്വം മൃഗാക്ഷി, മൃഗാക്ഷി അല്ലയോ മൃഗാക്ഷി, മൃഗത്തിനെ പോലെയുള്ള കണ്ണുകൾ, മൃഗത്തിനെ പോലെ വെച്ചാൽ മൃഗത്തിൻ്റെ കണ്ണുകൾ പോലെയുള്ള കണ്ണുകളോടും, മാൻകണ്ണി എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിലത്. മൃഗാക്ഷി, മൃഗം, മാനിൻ്റെ പോലെ മനോഹരങ്ങളായ ചഞ്ചലങ്ങളായിട്ടുള്ള കണ്ണുകൾ, അതാണ് മാനിൻ്റെ കണ്ണുകളുടെ വിശേഷം. വളരെ മനോഹരമാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ചഞ്ചലത്വവും കൂടി മാനുകളുടെ കണ്ണുകൾക്ക്, മാൻപേടകളുടെ കണ്ണുകൾക്കുള്ള വിശേഷമാണ്. ആ ചഞ്ചലങ്ങളായിട്ടുള്ള കണ്ണുകളാണ്, കൃഷ്ണമണികളോട് കൂടിയതാണ്. അപ്പം അങ്ങനെ ആ മൃഗാക്ഷി, മൃഗത്തിനെ പോലെയുള്ള അക്ഷികളോട് കൂടിയവളെ ഭഗവാനെ, മോഹിനി രൂപത്തിലുള്ള ഭഗവാനെ സംബോധന ചെയ്തതാണ്. കാത്വം, നീ ആരാണ്? ത്വം കാ, ആരാണ് നീ, എവിടുന്നാണ് വരണത് എന്നുള്ളതൊക്കെ ഏതാണ്. എന്തായാലും ഇവർക്കൊക്കെ ആയിട്ടുള്ള ഒരു രൂപമാണ് എന്നുള്ളത് മനസ്സിലായി. എല്ലാവരും കൂടി ഒരുമിച്ച് മോഹിനിയുടെ അടുത്തേക്ക് തന്നെ എത്തി. അപ്പം അങ്ങനെ കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാം ഇമാം, ഇമാം സുധാം വിഭജസ്വ, വിഭജിച്ച് തന്നാലും. ഞങ്ങളിങ്ങനെ അന്യോന്യം തമ്മിൽ കൊണ്ട് കലഹിക്കുകയാണ്. ഇപ്പം ഇത് ആരാണ് ആദ്യം എടുക്കാൻ, ആരാണ് വിഭജിച്ച് തരാൻ എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ തല്ലുകയാണ്. അപ്പം അതുകൊണ്ട് എന്നെ എല്ലാവർക്കും സമ്മതമാണ്. അപ്പം അതുകൊണ്ട് ഈ അമൃത് ഞങ്ങൾക്കൊക്കെ വിഭജിച്ച് തരൂ. വിഭജസ്വ സുധാം ഇമാം, ഇമാം സുധാം, ഈ അമൃതിനെ വിഭജസ്വ, വിഭജിച്ചാലും, വിഭജിച്ച് ഞങ്ങൾക്ക് തന്നാലും എന്ന്. സുധാം ഇമാം വിഭജസ്വ ഇതി എന്നിങ്ങനെ ആരൂഢ രാഗവിവശാൻ അഭിയാചതഃ അമൂൻ ഇതി അഭിയാചതഃ, ഇപ്രകാരം യാചിക്കുന്നതായ, നേരിട്ട് ആവശ്യപ്പെട്ടതായ, ഈ സുധയെ വിഭജിച്ച് തരാനായിട്ട് അഭിയാചതഃ, നേരിട്ട് വന്ന് ചോദിച്ചതായ, അർത്ഥിച്ചതായിട്ടുള്ള അമൂൻ സുരാൻ, ഈ അമൂൻ ദൈത്യൻ, ഈ ദൈത്യന്മാരോട്. അമൂൻ എങ്ങനെയുള്ളതാണ്? ദൈത്യന്മാരുടെ വിശേഷണമാണ്. ഇനി ആരൂഢ രാഗവിവശാൻ, ആരൂഢന്മാരായിട്ടുള്ള, ആരൂഢമായ രാഗം കൊണ്ട് വിവശരായിട്ടുള്ള. എന്തുകൊണ്ടാണ് വൈവശ്യം? ആരൂഢ രാഗം കൊണ്ട്, വർദ്ധിച്ചതായിട്ടുള്ള അനുരാഗം കൊണ്ട്. ഈ മോഹിനിയിലുള്ളതായ അനുരാഗം, ആ അനുരാഗം വർദ്ധിതമായിരുന്നു, ആരൂഢമായിരുന്നു, അങ്ങേയറ്റം മൂത്തതാണ് അനുരാഗം. എല്ലാവർക്കും വളരെയധികം മോഹം ഈ മോഹിനിയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ആരൂഢമായ, വർദ്ധിച്ചതായ, വളർന്നതായ അനുരാഗം കൊണ്ട് വിവശരായി തീർന്ന, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് നിശ്ചയില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവർക്കൊക്കെ എന്നാണ്, സഹോദരന്മാർക്കൊക്കെ, ദൈത്യന്മാർക്കൊക്കെ. അപ്പം അങ്ങനെ ആരൂഢമായ രാഗം കൊണ്ട്, അനുരാഗം കൊണ്ട് വിവശരായി തീർന്ന ആ അസുരന്മാര് ഇതി അഭിയാചതഃ, ഇപ്രകാരം യാചിക്കുന്നതായിട്ടുള്ള, ഇപ്രകാരം അഭ്യർത്ഥിച്ചതായിട്ടുള്ള അസുരന്മാര് മോഹിനിയോട് അഭ്യർത്ഥിച്ചു. എങ്ങനെ? വിഭജസ്വ സുധാം ഇമാം, ഈ സുധയെ, ഈ അമൃതിനെ ഞങ്ങൾക്ക് വിഭജിച്ചു തരൂ എന്നിങ്ങനെ അഭിയാചതഃ, തന്നോട് അർത്ഥിച്ചതായിട്ടുള്ള രാഗവിവശന്മാരായ ആ അസുരന്മാരോട്, അമൂൻ അസുരാൻ, ഈ അസുരന്മാരോട്, ദൈത്യന്മാരോട്
അമൂൻ ദൈത്യാൻ, ഇപ്രകാരമുള്ള ആ ദൈത്യന്മാരോട് ഭഗവാൻ പറഞ്ഞു എന്നാണ് പറയണത്. എന്താണ് പറഞ്ഞത്? വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഹ. ദൈത്യാഹ സംബോധന. അല്ലയോ ദൈത്യന്മാരെ, ഞാൻ കുലടയാണ്. അതായത് എനിക്കൊരു സ്ഥിരതയില്ല, ആരെ വേണമെങ്കിൽ ഞാൻ പ്രാപിക്കും, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. കുലടാന്ന് വെച്ചാൽ അങ്ങനെയുള്ളതിനാണ്. ആരെ ഏത് പുരുഷനെയും സ്വീകരിക്കുന്നതായിട്ടുള്ള സ്ത്രീയെ ആണ് കുലട എന്ന് പറയാറ് സാധാരണയായിട്ട്. അഹം കുലടാസ്മി, ഞാനൊരു കുലടയാണ്. എന്നെ നിങ്ങളാരും കണ്ടിട്ടില്ല, ഇങ്ങനെ മനോഹരമായിട്ടുള്ള രൂപം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ആരെ പ്രാപിക്കാനും ഒരു വിഷമമില്ല. ഞാൻ നിങ്ങളൊക്കെ ഇപ്പം കാണുന്നതല്ലേ ഉള്ളൂ. എങ്ങനെ വിശ്വസിക്കുക? എന്നെ എങ്ങനെ വിശ്വസിക്കും? കുലടാ അസ്മി, ഞാനൊരു കുലടയല്ലേ. വിശ്വസ്യതേ മയി കഥം, എങ്ങനെയാണ്? കഥം, എങ്ങനെ, എപ്രകാരം? മയി വിശ്വസ്യതേ, എന്നിൽ വിശ്വാസമർപ്പിക്കും. എന്നെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക? മയി കഥം വിശ്വസ്യതേ, എന്നിൽ എങ്ങനെ വിശ്വസിക്കും? എന്നെക്കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവും? ഞാൻ പറയണത് എങ്ങനെ, ഞാൻ ചെയ്യണതിനൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു കുലടയായിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള കുലടകളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിഭജിക്കാനൊക്കെ എന്നോട് പറഞ്ഞാൽ അത് ശരിയാവുമോ എന്ന് ചോദിക്കുകയാണ്. വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഹ, ഞാനൊരു കുലടയാണ് അല്ലയോ ദൈത്യന്മാരെ, പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കും എന്നിങ്ങനെ ആലപൻ അഭി അങ്ങ് പറഞ്ഞു. ആലപൻ അഭി പറഞ്ഞുകൊണ്ടാണെങ്കിലും ആലപൻ അഭി എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ എന്നാലും അവർക്ക് വിശ്വാസമായി, വളരെ വിശ്വാസമായി എന്നാണ്. ഇതി ആലപൻ അഭി, ഇപ്രകാരം പറയുന്നവനെങ്കിലും ആലപൻ അഭി സുവിശ്വസിതാൻ അതാനീഹി ചെയ്തു, അവരെ ചെയ്തു. എങ്ങനെ? സുവിശ്വസിതാൻ, നല്ല പോലെ വിശ്വസിക്കുന്നവരായിട്ട് തീർത്തു എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനൊരു കുലടയാണ്, എന്നെ എങ്ങനെ വിശ്വസിക്കുക എന്നൊക്കെ ചോദിച്ചാലും അവർക്ക് ഭഗവാനിൽ നല്ലവണ്ണം വിശ്വാസമായി. അതല്ല ഭഗവാനിൽ എന്ന് പറയാൻ പറ്റില്ല, അവിടെ ആ മോഹിനിയിൽ നല്ല പോലെ വിശ്വാസം അവർക്ക് ഉണ്ടായി തീർത്തുന്നു. അസുരന്മാർക്ക് ഉണ്ടായി തീർന്നു. അവർക്ക് യാതൊരു വിഷമമില്ല, എങ്ങനെയും ഞങ്ങൾക്ക് വിഭജിച്ച് തരണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാ അസുരന്മാർക്കും ഭഗവാനിൽ വിശ്വാസമായി എന്നാണ്. അവിശ്വസിതാൻ സുവിശ്വസിതാൻ, നല്ല പോലെ വിശ്വാസമുള്ളവരാക്കി തീർത്തു. അതായത് വിപരീതമായിട്ട് പറഞ്ഞാലും അവർക്ക് വിശ്വാസമായി എന്നാണ്. ഞാൻ കുലടയാണെന്ന് നേരിട്ട് പറയുമ്പോൾ തന്നെ അത് നന്മ കൊണ്ടാണല്ലോ അങ്ങനെ പറയണത് എന്നുള്ളതായിട്ടുള്ളൊരു വിശ്വാസം അവർക്കൊക്കെ ഉണ്ടായി. എല്ലാവർക്കും നല്ല പോലെ വിശ്വാസം ആ മോഹിനിയിൽ ഉണ്ടായി തീർത്തു എന്നാണ് ഉണ്ടാക്കി തീർത്തു. ഇനി അടുത്ത ശ്ലോകം. മോദാത് സുധാകലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യാ ലീലാവിലാസഗതിഭി സമദാ സുധാം താം. മോദാത്, സന്തോഷം കൊണ്ട്, സുധാകലശം ഏഷു ദദത്സു, ഏഷു ഇവർ, അതായത് ഈ അസുരന്മാർ, ദൈത്യന്മാരെ കുറിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പം ആ യേശു എന്നുള്ളത് കൊണ്ട് അസുരന്മാരെ തന്നെ ഉദ്ദേശിക്കുന്നു. യേശു ഇവർ സുധാകലശം ദദൽസു, സുധാകലശം തന്നപ്പോൾ അവർ ഭഗവാന് ഈ മോഹിനി രൂപത്തിലുള്ളതായ ഭഗവാന് ആ കലശം അങ്ങോട്ട് കൊടുത്തു. നല്ല വിശ്വാസമായി എന്ന് പറഞ്ഞുല്ലോ. അങ്ങനെ വിശ്വാസത്തോടു കൂടിയിട്ട് ആ അമൃതിൻ്റെ കലശം ഭഗവാന്റെ കയ്യിൽ കൊടുത്തു, മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. യേശു സുധാകലശം ദദൽസു, വളരെ സന്തോഷമായിട്ടാണ് അവർ. തങ്ങൾക്ക് വിഭജിച്ച് തരാനായിട്ട് ഒരാളെ കിട്ടിയല്ലോ, എല്ലാവർക്കും അംഗീകരിക്കത്തക്കതായിട്ട് എന്നുള്ളതായ സന്തോഷത്തോടു കൂടി ആ സുധാകലശം ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. ദദൽസു, നൽകിയപ്പോൾ, നൽകുന്നതായ അവസരത്തിൽ ആ സുധാകലശത്തെ മോഹിനിയുടെ കയ്യിൽ അവരങ്ങോട്ട് നൽകിയതായ അവസരത്തിൽ മുതാൽ വളരെ സന്തോഷത്തോടു കൂടി അത് നൽകിയപ്പോൾ സാത്വം, അപ്രകാരമുള്ളതായ അങ്ങ്, സാത്വം എന്നവിടെ സ്ത്രീലിംഗമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. എന്താ വെച്ചാൽ മോഹിനിയാണ്, ആ മോഹിനി വേഷത്തിലാണ് പിന്നെ പറയണത്. സാത്വം, അപ്രകാരമുള്ളതായ അങ്ങ്, ആ മോഹിനി വേഷം ധരിച്ചതായ അങ്ങ്, ദുശ്ചേഷ്ടിതം മമ സഹത്വം ഇതി ബ്രുവാണ, ഇപ്രകാരം പറയുന്നവളായിട്ട്, ബ്രുവാണ പറയുന്നവൾ, ഇപ്രകാരം പറയുന്നവളായിട്ട് എന്താണ് പറഞ്ഞത്? ദുശ്ചേഷ്ടിതം മമ സഹത്വം, മമ ദുശ്ചേഷ്ടിതം സഹത്വം, സഹിച്ചാലും ക്ഷമിച്ചാലും, നിങ്ങൾ ക്ഷമിക്കുവിൻ, നിങ്ങൾ സഹിക്കുവിൻ, എൻ്റെ
ദുശ്ചേഷ്ടിതത്തെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കൂ. മമ ദുശ്ചേഷ്ടിതം എൻ്റെ ദുശ്ചേഷ്ടിതത്തെ ഞാൻ ദുശ്ചേഷ്ടിതം ചെയ്യുന്നല്ല, അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അബദ്ധം പറ്റുകയാണെങ്കിൽ മമ ദുശ്ചേഷ്ടിതം എൻ്റെ ചെയ്യണത് എൻ്റെ പ്രവൃത്തി ശരിയാവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ സഹധ്വം നിങ്ങളത് ക്ഷമിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഇതി ബ്രുവാണ എന്ന് പറയുന്നവളായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു? പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ, പങ്ക്തികൾ ആയിട്ട് രണ്ട് നിരയായിട്ട്, പങ്ക്തി നിര വരി എന്നൊക്കെ പറയും. പങ്ക്തിയുടെ ഭേദം കൊണ്ട് രണ്ട് വരിയായിട്ട് നിർത്തിയിട്ട് പ്രഭേദം വിഭജിച്ചിട്ട് പങ്ക്തിയുടെ പ്രഭേദം കൊണ്ട് വിനിവേശിത ദേവദൈത്യ, വിനിവേശിതന്മാരാക്കി ദേവന്മാരെയും ദൈത്യന്മാരെയും, ദേവന്മാരെ ഒരു വശത്തും ദൈത്യന്മാരെ മറുവശത്തുമായിട്ട് ഇരുത്തി എന്നാണ്. നിവേശിതന്മാരാക്കി ഇരുന്നവരാക്കി. നിവേശിത ദേവദൈത്യ, പങ്ക്തികളെ ഭേദിച്ചുകൊണ്ട് ദേവന്മാരെ ഒരു വശത്തും അസുരന്മാരെ മറ്റൊരു വശത്തുമായി വിഭജിച്ച് ഇരുത്തിക്കൊണ്ട് പങ്ക്തി ഭേദം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പങ്ക്തികളെയാക്കി ദേവന്മാരെയും അസുരന്മാരെയും നിവേശിപ്പിച്ചുകൊണ്ട് ലീലാവിലാസഗതിഭിഹി, ലീലാവിലാസങ്ങളോടുകൂടിയ ഗതികളെ കൊണ്ട്, ഗതിവിശേഷങ്ങളെ കൊണ്ട്, ലീലാവിലാസത്തോടുകൂടിയ വളരെ സുന്ദരമായിട്ടുള്ള ഗതിവിക്ഷേപങ്ങളെ കൊണ്ട്, പാദന്യാസങ്ങളെ കൊണ്ട്, കണ്ടാലാർക്കും കൗതുകം തോന്നുന്നതായിട്ടുള്ള ലീലകളെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളതായിട്ട് നാട്യങ്ങൾ, അംഗവിക്ഷേപങ്ങളൊക്കെ അവയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് വിലാസ ഗതിഭിഹി, അങ്ങനെയുള്ളതായിട്ടുള്ള നടത്തം, അവർക്കൊക്കെ കൗതുകം തോന്നിക്കുന്നതായിട്ടുള്ള നടത്തം കൊണ്ട് ലീലാവിലാസഗതിഭി സമദാഹ സുധാം താം, ആ സുധയെ സ്വീകരിച്ചു. സമദാഹ അങ്ങ് സ്വീകരിച്ചിട്ട് ആ സുധ കൊടുത്തു തുടങ്ങി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. സമ്യക്കായിട്ട് ആദാനം ചെയ്തു, അത് സ്വീകരിച്ചു, അത് സുധ സ്വീകരിച്ചിട്ട് അത് വിളമ്പാനായിട്ട് തുടങ്ങി. അസുരന്മാർക്കും ദേവന്മാർക്കും കൊടുക്കാനായിട്ടുള്ള പുറപ്പാടായി. വളരെ മനോഹരമായിട്ടുള്ള ഗതികളോടുകൂടി അത് വാങ്ങി സ്വീകരിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ, പങ്ക്തികളായിട്ട് തിരിച്ച് ഇരുത്തിയതായിട്ടുള്ള ദേവദൈത്യന്മാരോടുകൂടിയവളായ അവൾ, ദേവദൈത്യന്മാരെ പങ്ക്തി തിരിച്ച് ഇരുത്തിയതായ ആ മോഹിനിയായ അങ്ങ് സമദാഹ സുധാം താം, ലീലാവിലാസത്തോടുകൂടി ആ സുധയെ സ്വീകരിച്ചു, ആ അമൃതിനെ സ്വീകരിച്ചു, കയ്യിലെടുത്ത് സ്വീകരിച്ചു എന്നർത്ഥം. 2 ശ്ലോകത്തിൻ്റെ കഴിഞ്ഞു. ഇനിയ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢരാഗവിവശാനഭിയാചതോമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലപന്നപി സുവിശ്വസിതാനതാനീ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നീ ആരുമന്മിഴി പകുക്കമൃതത്തെ ഇപ്പോൾ എന്നങ്ങു കെഞ്ചിയഥ കാമവിമോഹിതന്മാർ, വിശ്വാസമെന്നിലരുതേയൊരു വേശ്യ ഞാനെന്നങ്ങും പറഞ്ഞവരതോ കളിയായെടുത്തു. മോദാസുധാകലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാസുധം പം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പീയൂഷകുംഭമവരേകി മുദാ ഭവാനുമോദീ സഹിച്ചിടണമെന്നുടെ ചേഷ്ട നിങ്ങൾ, രണ്ടായി തിരിച്ചസുരദേവരെ അങ്ങിരുത്തിയിട്ടാടിക്കുഴഞ്ഞു നടകൊണ്ടമൃതം വിളമ്പി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.